എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ ജൂൺ 19 തീയതിയോടെ പ്രസിദ്ധീകരിക്കും. ജൂൺ 19 തീയതി രാവിലെ 10 മണിയോടെ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് അതായത് ഈ ഒരു ഭാഗത്തായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ യൂസർ നെയിമായിട്ടും അതിനുശേഷം പാസ്വേഡ് നൽകി വിദ്യാർത്ഥികൾക്ക് അവിടെ കാണുന്ന അതായത് ക്യാപ്ച കോഡ് നൽകി. ക്യാപ്ച എന്ന് പറഞ്ഞാൽ കുറച്ച് ഇംഗ്ലീഷ് സ്പെല്ലിംഗ് ആണ്, അത് നിങ്ങൾക്ക് ആ ഒരു പേജിൽ കാണാം. അത് നൽകിയ ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക, അതായത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അതായത് അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ വിദ്യാർത്ഥികൾ ഈ ഒരു 19 തീയതി മുതൽ 21 തീയതിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ ഇതുവരെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ നേടാതിരിക്കുന്ന സ്ഥിരപ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് പോയിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾ സ്ഥിരപ്രവേശനം അത് പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓൺലൈനായിട്ട് ഈ ഒരു വെബ്സൈറ്റ് വഴി തന്നെയാണ് അപേക്ഷ നൽകേണ്ടതായിട്ട് വരിക. അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ഒരു ഓൺലൈനായിട്ടല്ല, നിങ്ങൾക്കൊരു ഫോം ലഭിക്കും. അപ്പോൾ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ സ്കൂളിൽ നൽകുകയാണ് മുൻവർഷങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ചില സമയത്ത് നിങ്ങൾക്ക് സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷിച്ച ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സ്കൂളിൽ നൽകിയിട്ട് അവിടെ നിന്നും അത് വെരിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ആ ഒരു ട്രാൻസ്ഫറിൻ്റെ സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ട നിർബന്ധമാണ്. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് മറ്റൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടുന്ന ആ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ആ ഒരു സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്കോ നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അതുപോലെ സെയിം സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് മാറുന്ന സമയത്ത് നിങ്ങൾക്ക് ഹയർ കോഴ്സിലേക്കാണ് അതായത് ഹയർ കോഴ്സിലേക്കാണ് മാറ്റം ലഭിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്ന ഫീസ് വല്ലതും അടച്ചാൽ മതിയാകും. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടുന്നതെങ്കിൽ മറ്റൊരു ഹയർ ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു നിങ്ങളുടെ ഡോക്യുമെൻറ്റുകളും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലെറ്ററും സഹിതം പുതുതായിട്ട് ട്രാൻസ്ഫർ കിട്ടുന്ന സ്കൂളിലേക്ക് മാറേണ്ടതായിട്ട് വരും. അതുപോലെ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച ശേഷം അത് ക്യാൻസൽ ചെയ്യാനോ മറ്റോ സാധിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാത്രമാണ് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ ഈ ഒരു ജൂൺ 19 തീയതിയോടെ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന തരത്തിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 21 തീയതിക്കകം അതായത് 19 മുതൽ 29 തീയതിക്കകം 21 തീയതിക്കകം വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് വരുന്നത് ഈ ഒരു ജൂൺ 19 തീയതി രാവിലെ 10 മണിക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും. അതിനുശേഷം 21 തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ സ്ഥിരപ്രവേശനം അതായത് ഇതുവരെ ടെമ്പററി ആയിട്ട് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പുറത്താക്കുകയും ചെയ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.